കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായാഹ്ന കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച ഗാനസദ്യ ആസ്വാദകർക്ക് ഏറെ ഹൃദ്യമായി. തബലവാദന രംഗത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ തബലിസ്റ്റ് ബാലനെ കൊച്ചിൻ കോർപ്പറേഷൻ 10ാം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു പൊന്നാടയണിച്ച് ഉപഹാരം നൽകി. കൊച്ചിയിലെ മുതിർന്ന കലാകാരന്മാരുടെ കലാസമിതിയായ സായാഹ്ന കൂട്ടത്തിന്റെ ആഭിമുഖ്യത്തിൽ ഗാനസന്ധ്യയും തബലവാദന രംഗത്ത് 5 പതിറ്റാണ്ട് പൂർത്തിയാക്കിയ തബലിസ്റ്റ് ബാലനെ ആദരിക്കൽ ചടങ്ങും നടത്തി. ചുള്ളിക്കൽ ക്യൂൻസ് പാർക്കിൽ നടന്ന പരിപാടിയിൽ കൊച്ചിൻ കോർപ്പറേഷൻ 10ാം ഡിവിഷൻ കൗൺസിലർ ബാസ്റ്റിൻ ബാബു ബാലനെ പൊന്നാട അണിയിച്ച് ഉപഹാരം നൽകി. ഒരു സംഘടനയ്ക്ക് ആദ്യമായിട്ട് ക്യൂൻസ് പാർക്ക് ഒരു പ്രോഗ്രാമിന് നൽകുന്നത് സായാഹ്ന കൂട്ടത്തിനാണ്. കാരണം നിരവധി ആളുകൾ എന്നെ സമീപിച്ചിട്ടുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒരു പരിപാടിയൊക്കെ പറഞ്ഞു, പക്ഷെ ഞാനത് അനുവദിച്ചിട്ടില്ല. കാരണം അത് ഇതിന്റെ ഒരു ആംബിയൻസ് വേറെ ഒരു രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ സായാഹ്ന കൂട്ടത്തെ കുറിച്ച് വളരെ നന്നായിട്ട് ഞാൻ അന്വേഷിച്ചു. എന്നോട് ഈ കാര്യം വന്ന് പറഞ്ഞപ്പോൾ തന്നെ അബ്ദുൽ ഖാദർക്കിന് വന്ന് പറയുന്നത്, അപ്പൊ ഞാൻ ആദ്യം യെസ് പറഞ്ഞില്ല. ഞാൻ പക്ഷെ അതിനെപ്പറ്റി ഒന്ന് ആലോചിച്ച് അന്വേഷിച്ചു. അതിനുശേഷമാണ് യെസ് എന്നുള്ളൊരു മറുപടിയിലേക്ക് ഞാൻ വന്നത്. പക്ഷെ കാരണം വയോജന സൗഹൃദമായ ഒരു ഡിവിഷനാണ് ഈ 10ാം ഡിവിഷൻ. കാരണം എനിക്കൊരുപാട് അച്ഛനും അമ്മമാരൊക്കെ ഈ ഡിവിഷനിലുണ്ട്. നിങ്ങൾ അറിഞ്ഞു കാണും. കാരണം അവരെ ഒരു നടക്കില്ല എന്നൊരു സ്വപ്നം യാഥാർത്ഥ്യമാക്കി കൊടുക്കാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം പ്രായമുള്ള 88 വയസ്സ് പ്രായമുള്ള അമ്മമാരെ വരെ വിമാനത്തിൽ കയറ്റിയൊരു ഭാഗ്യം എനിക്കുണ്ടായിട്ടുണ്ട്. സായാഹ്ന കൂട്ടം രക്ഷാധികാരി NKM ഷെരീഫ് അധ്യക്ഷത വഹിച്ചു. ബാസ്റ്റിൻ ബാബു, ട്രഷറർ ജോസഫൈൻ, സെക്രട്ടറി ഷെരീഫ് മൈത്രി എന്നിവർ സംസാരിച്ചു. ജനറൽ സെക്രട്ടറി ഹാഷിം ഖാൻ സ്വാഗതം ആശംസിച്ചു. തുടർന്ന് പ്രശസ്ത ഗായകൻ കൊച്ചിൻ വില്യംസ്, പഴയകാല ഗായിക പ്രബല തുടങ്ങി 45ഓളം സായാഹ്ന കൂട്ടം ഗായകർ ആലപിച്ച ഗാനങ്ങൾ അവധി ദിനത്തിൽ പാർക്കിൽ വിനോദത്തിനും വിശ്രമത്തിനും എത്തിയവർക്ക് ആസ്വാദ്യകരമായ അനുഭവമായി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. ദീപാവലി ബോണസ് വല്ലതും കിട്ടിയോ? എന്റെ മോള് എന്റെ നാട്ടിലെ ആദ്യത്തെ പൈലറ്റായി. അവളുടെ അഡ്മിഷന്റെ നേരത്ത് എനിക്ക് കൈത്താങ്ങായത് മണപ്പുറം ഗോൾഡ് ലോണാണ്. മണപ്പുറം ഗോൾഡ് ലോൺ പണയം വെക്കുന്ന ദിവസങ്ങൾക്ക് മാത്രം പലിശ ഈടാക്കുന്നു.